എനിക്ക് ഈ ടേമിൽ കിട്ടുന്ന അവസാനത്തെ അവസരമാണ് ഈ 0 hour സബ്മിഷൻ. ഞാനത് I didn't say last. Please. ഈ ടേമിലെ അവസാനത്തെ അവസരം. Sir, through you, sir. Sorry. And ഇത് മലയാള ഭാഷയുടെ പിതാവ് രാമാനുജൻ എഴുത്തച്ഛനും കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർക്കും സമർപ്പണമായി അവരുടെ പാതാരബിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും നല്ലവരായ മലയാളികളെയും അവരുടെ സമർപ്പണമായി ഈ നിവേദനം ഞാൻ കേന്ദ്ര വനം വന്യജീവി വകുപ്പ് മന്ത്രിക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. സർ, വളർത്ത് ആനകളുടെ വാണിജ്യ വിൽപ്പന, കൈമാറ്റം എന്നിവ നിരോധിച്ചുകൊണ്ട് 1972 നിലവിൽ വന്ന വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഒരു ഭേദഗതി വരുത്തിയിരുന്നു. അത് കാരണം ഇന്ന് കേരളത്തിലെ ക്ഷേത്രീയ അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളികളിലെയും മുസ്ലിം ആഘോഷങ്ങളിലെയും ഒക്കെ ആനയുടെ സാന്നിധ്യം എണ്ണം വളരെ ഭീതിപ്പെടുത്തുന്ന രീതിയിൽ കുറഞ്ഞു വരികയാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മംഗലാംകുന്ന് മുകുന്ദൻ എന്ന ആനയെയും അതിൻ്റെ പാപ്പാനെയും കുറെ സാമൂഹിക ദ്രോഹികൾ ഈ പട്ടാമ്പി നേർച്ചക്കിടയിൽ വെച്ച് തല്ലുന്ന ദൃശ്യമാണ് കാണുന്നത്. പണത്തിൻ്റെയും മദ്യത്തിൻ്റെയും ആവേശത്താൽ ഈ സാമൂഹിക ദ്രോഹികൾ ആ പാവപ്പെട്ട ആ സാധു ആനയെയും അതിൻ്റെ പാപ്പാനെയും ഭീകരമായിട്ട് മർദ്ദിക്കുക ചെയ്യുന്നത്. ഇന്ന് കേരളത്തിലെ ക്ഷേത്രീയ അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളികളിലെയും മുസ്ലിം ആഘോഷങ്ങളിലെയും ഒക്കെ ആനയുടെ സാന്നിധ്യം എണ്ണം വളരെ ഭീതിപ്പെടുത്തുന്ന രീതിയിൽ കുറഞ്ഞു വരികയാണ്. ഇത് ഒരുപക്ഷെ ആനകളെ ഉപദ്രവിക്കുന്ന, ആനകളെ അത്യധികമായി ചൂഷണം ചെയ്യുന്ന ഒരു പ്രവണത വളരെ മോശപ്പെട്ട രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. അതിനുള്ള ഒരു പ്രതികരണമായി ആന സ്നേഹികൾ, മൃഗസ്നേഹികൾ മുന്നോട്ട് വയ്ക്കുന്ന ചില ഭീഷണികളെ അധിഷ്ഠിതമാക്കിയാണ് പല ഭേദഗതികളും മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ ഇതുപോലെയുള്ള ആനകളെ എഴുന്നള്ളിച്ചുള്ള തൃശൂർ പൂരം, തിരുവമ്പാടിയിൽ നിന്നും പാറമേക്കാവിൽ നിന്നും 15ഓളം ആനകൾ വീതം അലങ്കരിച്ച് chains cut deeper and deeper into the ankles, and they end up with self-inflicted wounds that can be totally avoided. মৌলভীবাজার জেলার জুড়ি പക്ഷെ ഇതുപോലെയുള്ള ആനകളെ എഴുന്നള്ളിച്ചുള്ള തൃശൂർ പൂരം, തിരുവമ്പാടിയിൽ നിന്നും പാറമേക്കാവിൽ നിന്നും 15ഓളം ആനകൾ വീതം അലങ്കരിച്ച്
ഇൻഡിവിജ്വലിസ്റ്റിക് അറ്റ്മോസ്ഫിയർ, ഒരു കോൺഗ്രിഗേഷൻ വന്ന് നിൽക്കുന്നതിൽ നിന്ന് എന്താണ് രാജ്യത്തിന്റെ എക്കണോമിക്സിലേക്കുള്ള ഒരു ട്രാൻസാക്ഷൻ എന്നുള്ളതും നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്. ആനകളുടെ എണ്ണം കുറയുന്നതനുസരിച്ച് ആനകൾ ഉള്ള ഇടങ്ങളിൽ നിന്ന് ട്രെയിലറിലും ലോറിയിലും കയറ്റി വളരെ മോശപ്പെട്ട അവസ്ഥയിൽ അതുങ്ങളെ കൊണ്ടുപോകുന്നതിലുള്ള ദ്രോഹം ഒഴിവാക്കാൻ ഞാൻ കേന്ദ്ര സർക്കാരിനോടും ബഹുമാന്യനായ പ്രധാനമന്ത്രിയോടും മലയാളികൾക്ക് വേണ്ടി മാത്രമല്ല ബീഹാറിലെ സോൻപൂർ മേള അടക്കമുള്ള വേദികൾക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു.